മണ്ണും മനുഷ്യനും തമ്മിലുള്ള ബന്ധം അതൊരു വല്ലാത്ത ബന്ധമാണ് കേട്ടോ. എന്ത് തന്നെയായാലും നമുക്ക് നല്ല സ്ട്രെസ്സും സങ്കടവും വിഷമവും ദേഷ്യവും എന്തൊക്കെ തന്നെ ആയിട്ടിരിക്കുകയാണെങ്കിലും കുറച്ചു നേരം പോയിട്ട് മണ്ണിൽ കളിക്കുക. അതിപ്പോൾ കടൽ തീരത്തുള്ള മണ്ണായാലും അല്ലാത്ത മണ്ണായാലും ഏത് മണ്ണായാലും അപ്പോൾ നമുക്ക് വല്ലാത്തൊരാശ്വാസം കിട്ടും. അപ്പോൾ നമുക്ക് ആ ഒരു ബന്ധം അങ്ങോട്ട് ഊട്ടി ഉറപ്പിക്കുന്ന പോലെ നമുക്ക് തോന്നും. കാരണം ആ ഒരു മണ്ണും മനുഷ്യനും മനുഷ്യ നീ മണ്ണാവുന്നു മണ്ണിലേക്ക് മടങ്ങുന്നു എന്നാണല്ലോ പറയുന്നത്. അപ്പോൾ അത് വളരെയേറെ സത്യമായിട്ടുള്ളൊരു കാര്യം കേട്ടോ. അതുകൊണ്ട് തന്നെയായിരിക്കും നമ്മൾ ഈ മണ്ണിൽ കളിച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മളിങ്ങനെ പുതിയൊരു മനുഷ്യനായിട്ട് മാറുന്നത്. നല്ല രസമുള്ള അടിപൊളിയായിട്ടുള്ളൊരു പരിപാടിയാണ്. ആരെങ്കിലും ഇങ്ങനെ സ്ട്രെസ് അടിച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തിൽ അവകവഞ്ഞിരിക്കുകയാണെങ്കിൽ വേഗം ചെല്ലുക, ഒരു കോലൊക്കെ എടുത്തിട്ട് മണ്ണിൽ കുത്തി കളിക്കുക. അപ്പോൾ നമുക്ക് നല്ലൊരു ആശ്വാസം കിട്ടും. ചിലർ നമുക്ക് വട്ടാന്ന് അതും ഇതൊക്കെ പറയും. പക്ഷേ അതൊന്നും ആരും മൈൻഡാക്കേണ്ട കാര്യമൊന്നുമില്ല. വിവരമില്ലാത്തവർ അങ്ങനെ പലതും പറയും. നമ്മളതൊന്നും കാര്യമാക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ എന്തായാലും ഞാൻ ഇന്നൊരു കുളം കുത്താനായിരുന്നു തീരുമാനിച്ചത്. കുത്തിയപ്പോൾ തന്നെ എനിക്ക് വെള്ളമൊക്കെ കിട്ടിയ നല്ല അടിപൊളി ഒരു കുളമായിരുന്നു കേട്ടോ. പിന്നെ എന്നെ സഹായിക്കാൻ ആൾക്കാരും ഉണ്ടായിരുന്നു. എന്തായാലും എൻ്റെ കുളം അവസാനമായപ്പോൾ വല്ലാത്തൊരു കുളമായിപ്പോയി കണ്ടോ. എന്തോരം സാധനങ്ങളൊക്കെയാണ് കുളത്തിൽ നിന്ന് വാരിയെടുക്കുന്നതെന്ന്. എന്നെ ഈ സഹായിക്കാൻ വന്നവരെ, അതായത് ഈ ഒരു സമയത്ത് സഹായിക്കാൻ വന്നവരെ ഞാൻ ഒരിക്കലും മറക്കില്ല കേട്ടോ. അതൊരു വല്ലാത്ത സഹായമായിരുന്നു എനിക്ക്. കാരണം എന്നെക്കൊണ്ട് തന്നെ ഈ കുളം കുത്തി തീരാൻ പറ്റില്ലായിരുന്നു. എന്ത് തന്നെയായാലും എല്ലാ കാര്യങ്ങൾക്കൊക്കെ ഒരു തീർപ്പായിട്ടുണ്ട്. കാര്യങ്ങളൊക്കെ അങ്ങ് ശരിയായി, എല്ലാം സെറ്റായി, അടിപൊളി.